ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോട് അനാദരവ് കാണിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത്. മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഒരാഴ്ച ദുഃഖാചരണം നടത്തുന്ന സമയത്ത് അനുശോചനം രേഖപ്പെടുത്താതെ ഭരണസമിതി യോഗം നടത്തിയെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യൂദാസുകളാണെന്ന് പ്രതിപക്ഷാംഗം ടി ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് മരണപ്പെട്ടതിനെ തുടർന്ന് 7 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികളെല്ലാം മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് CPM ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കുന്നു. ആ യോഗം നടക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ ചെയ്യേണ്ടതാണ്. ആ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഒന്ന് അനുശോചനം രേഖപ്പെടുത്താൻ പോലും ഇവിടുത്തെ ഭരണസമിതി തയ്യാറാവാതെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവഹേളിച്ചിരിക്കുകയാണ് ഈ ഭരണസമിതി. ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉയർന്നു വരുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ആ ക്രിസ്മസിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. യേശു ക്രിസ്തു ആ കാലിത്തൊഴുത്തിൽ ജനിക്കുമ്പോൾ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് മുഴുവൻ പ്രകാശങ്ങൾ പരത്തിക്കൊണ്ടുള്ള ജനനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ യേശു ക്രിസ്തുവിനെ 30 വെള്ളി കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്ത യൂദാസുകളുണ്ട്. ആ യൂദാസുകൾ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെയധികം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേവലം മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ 2025-26 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പോട്ടെ 2023-24 2024-25 പദ്ധതികളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിച്ചപ്പോൾ മൗനമാണ് ഉത്തരം. എല്ലാ മെമ്പർമാരും മൗനമാണ് ഉത്തരം. ഇതൊരു ഹിഡൻ അജണ്ടയുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. രണ്ടാനമ്മ പെറ്റ മക്കളെ പോലെ ഈ പ്രതിപക്ഷ അംഗങ്ങളെ കണ്ടുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇതാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നിങ്ങൾ പറയണം. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, വീണ്ടും പറയുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തെ 22 വാർഡിലെയും ജനങ്ങളെ ഒന്നായി കാണണം, ഒരേമാതിരി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണം, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കണം എന്ന് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ അതിന് മുഖം തിരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ, PC മണികണ്ഠൻ, അസനാർ, അഷറഫ്, സതീഷ്, നിർമ്മല, ഗീത, സുമതി എന്നിവർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനറൽ വിഭാഗത്തിന് ഭവന റിപ്പയർ നൽകുന്നത് ഞങ്ങളുടെ വാർഡുകളിലൊക്കെ 3 ആളുകൾക്ക് റിപ്പയർ കൊടുക്കുകയും മറ്റുള്ള വാർഡുകളിലൊക്കെ 6ഉം 7ഉം ആളുകൾക്ക് റിപ്പയർ കൊടുക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കട്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതി. ആ കട്ടിൽ കൊടുക്കുന്ന പദ്ധതിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 9 മെമ്പർമാരുള്ള പ്രതിപക്ഷത്തിന് വളരെ തുച്ഛമായ റിപ്പയറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ 13-ാം വാർഡിൽ 3 കോളനികൾ ഉൾപ്പെടുന്ന ഒരു വാർഡാണ്. ആ വാർഡിൽ ഒരാൾക്ക് പോലും ഒരു കട്ടിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്ത ഒരു ഭരണസമിതിയായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുകയാണ്. ഇവരൊക്കെ കൊട്ടിയാഘോഷിക്കുന്നത് ഗ്രാമസഭകളിലൊക്കെ ചെന്ന് ഇവിടെ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഗ്രാമസഭകളിൽ പോയി ഭവന റിപ്പയറിന് അപേക്ഷ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ പദ്ധതികൾക്കും അപേക്ഷ സ്വീകരിച്ച് ഇവിടെ വരുമ്പോൾ രണ്ടാനമ്മ പെറ്റ മക്കളെ പോലെയാണ് പ്രതിപക്ഷ അംഗങ്ങളെ കാണുന്നത്. തീർച്ചയായും ഇത് ഒരു ഈ സംവിധാനം തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള
ഒരു സമരവുമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.